നമുക്ക് ഘടകങ്ങളുടെ ഒരു ചോദ്യം ചെയ്താലോ? ആറിന്റെ ഘടകങ്ങളുടെ വ്യുൽക്രമങ്ങളുടെ തുക എന്താണ് വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ? റെസിപ്രോക്കൽ എന്ന് അറിയപ്പെടുന്നു. അതായത് ഒരു സംഖ്യ എടുക്കുക, ഒരു സംഖ്യയുടെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം എന്ന് പറഞ്ഞാല് 1/, ഇട്ടിട്ട് ഈ നമ്പർ താഴെ ഛേദമായിട്ട് എഴുതുന്നതാണ്. അതായത് ആറിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം 1/6 ആണ്. അങ്ങനെയാണെങ്കിൽ 1/6ന്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 6 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഓരോ സംഖ്യകളുടെയും വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുക്കുന്നത്. ഇനി നമുക്കറിയാം ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറിന്റെ ഘടകങ്ങൾ ഏതൊക്കെ? അതായത് 6 എന്ന് പറഞ്ഞ സംഖ്യ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 6 വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അതായത് 1 ഗുണം 6 6 ആണോ? ഇനി 2 ഗുണം 3 നമുക്ക് 6 കിട്ടും. വേറെ ഏതെങ്കിലും സംഖ്യകളുണ്ട്? 3 ഗുണം 2 ഉണ്ട്, 6 ഗുണം 1 ഉണ്ട്. അപ്പൊ ഒരു തവണ അത് എഴുതിയാൽ മതി. ഇനി വേറെ ഏതെങ്കിലും സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 6 കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ നമ്പേഴ്സ് എല്ലാം നമ്മൾ 6ന്റെ ഘടകങ്ങളായിരിക്കും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ 6ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം 1 ഉണ്ട്, 6 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ 6ന്റെ ഘടകങ്ങൾ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ വ്യുൽക്രമങ്ങളുടെ തുക എന്തെന്നുള്ളതാണ്. അപ്പൊ 1ന്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 1/1 എന്ന് നമുക്ക് എഴുതാമല്ലോ. പ്ലസ് 6ന്റെ വ്യുൽക്രമം 1/6 പ്ലസ് 2ന്റേത് 1/2 പ്ലസ് 3ന്റേത് 1/3. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത്രയത്തിന്റെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ഇത് 6ന്റെ ഘടകങ്ങളാണ്. അപ്പൊ അതിൽ ഏറ്റവും വലിയ സംഖ്യ തന്നെ നമുക്ക് ഛേദമായിട്ട് എടുക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ഇതിനെ 6 ഛേദമായിട്ട് അങ്ങ് എടുത്താൽ ബാക്കി അംശങ്ങൾ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ 6 ആണ് നമ്മൾ ഛേദമായിട്ട് എടുത്തെങ്കിൽ ഈ ഓരോ ഛേദങ്ങളും 6 ആകാൻ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണോ അതേ സംഖ്യ തന്നെ കൊണ്ട് അംശത്തെയും ഗുണിച്ച് ആ അംശമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഈ ആദ്യം നോക്കാം. 1നെ 6 ആക്കാൻ ഏത് കൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട് ഗുണിക്കണം. അപ്പം മേളിലും താഴെ 6 കൊണ്ട് ഗുണിക്കുക. 1നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 6 ആണ് കിട്ടുന്നത്. അത് എഴുതി പ്ലസ്. ഇനി 6 ആണ് ഇവിടെ ഛേദം, ഇവിടെ 6 തന്നെ. അപ്പൊ നമുക്ക് ഈ 1 അതുപോലെ തന്നെ എഴുതിയാൽ മതിയില്ല. അല്ലെ 6നെ 1 കൊണ്ട് ഗുണിച്ചാലാണ് 6. അപ്പൊ ഈ 1നെ 1 കൊണ്ട് ഗുണിച്ചു എന്ന് വെച്ചാൽ 1 പ്ലസ്. ഇനി 2നെ 6 ആക്കാൻ എന്ത് ചെയ്യണം? 2നെ 6 ആക്കാൻ 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 2 ഗുണം 3 ആണ് 6. അപ്പൊ 1 ഗുണം 3 ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. പ്ലസ് ഈ 3നെ 6 ആക്കാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് മുകളിൽ എന്ത് കിട്ടും? 2 കിട്ടും. അങ്ങനെയാണ് നമ്മളിവിടെ അംശം എഴുതുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ കൂട്ടിക്ക് 6ഉം 1 7ഉം 3ഉം 10 2 12. 12 ഈ 6 എഴുതുക. 12/6 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് ഇതാണ് ഉത്തരമായിട്ട് കിട്ടിയത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം.